ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് PSC വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കമ്പനി ബോർഡ് വരാൻ പോകുന്ന കമ്പനി ബോർഡ് VFA വർക്ക് NDC എന്നിവയ്ക്കുള്ള എന്നിവയ്ക്കുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പയ്യെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം കേട്ടോ. കാരണം ജൂലൈ മാസങ്ങളിൽ നമ്മൾ പരീക്ഷ വരുന്നുണ്ട്, കമ്പനി ബോർഡ് NTSന്റെ പരീക്ഷ വരുന്നുണ്ട്. അതൊക്കെ വേക്കൻസി ഉള്ള പോസ്റ്റുകളാണ്, എല്ലാവർക്കും ജോലി കിട്ടുന്ന ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ മതി. ഓക്കേടാ, നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ധീരൻ. ധീരൻ എന്ന വാക്കിന്റെ വിപരീത പദം എന്താണ്? നോക്കിക്കേ, ധീരൻ എന്നതിന്റെ വിപരീത പദം എന്താ? നോക്കിക്കേ, എന്താണ്? ഭീരു. ധീരനായവനും ഭീരുവായ വ്യക്തി അല്ലെ, ധീരനും ഭീരുവാണ്. ഓക്കെ, ധീരൻ ഓപ്പോസിറ്റ് ഭീരുവാണ് കേട്ടോ. ധീരൻ ഭീരു. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ കുറച്ച് വിപരീത പദങ്ങൾ നോക്കിയാലോ. ഉന്മുഖൻ. ഉന്മുഖൻ എന്ന് വെച്ചാൽ എന്താ? അതിന്റെ വിപരീതം എന്താ? രണ്ട് വേർഡ് പറയാം നമുക്ക്. വിമുഖനും പറയാം, അധോമുഖനും പറയാം. ഉന്മുഖൻ എന്നുള്ളത് വിമുഖനും അധോമുഖനും ശരിയാണ്. അപ്പോൾ ഓപ്ഷനിൽ ഏതെങ്കിലും ഒരെണ്ണേ കാണുള്ളൂ. അപ്പോൾ രണ്ടും പഠിച്ചു വെച്ചേക്കണം നിങ്ങൾ. ഒന്നല്ലെങ്കിൽ വിമുഖൻ തരും, അല്ലെങ്കിൽ അധോമുഖൻ തരും കേട്ടോ. അപ്പോൾ ഉന്മുഖൻ ഓർത്ത് വെച്ചേക്കുക, വിമുഖൻ അല്ലെങ്കിൽ അധോമുഖനാണ്. ഓക്കെ അല്ലേ? അടുത്ത സംവൃതം. സംവൃതത്തിന്റെ ഓപ്പോസിറ്റ് എന്താ? വിവൃതമാണ്. സംവൃതം എന്താണ്? വിവൃതമാണ്. സംവൃതം വിവൃതം. സ്വാർത്ഥം എന്താണ്? പരാർത്ഥമാണ്. സ്വാർത്ഥം പരാർത്ഥം. കണ്ടല്ലോ, സ്വാർത്ഥം പരാർത്ഥം. ഒന്നുകൂടെ, ധീരൻ ഭീരു. ഉന്മുഖൻ വിമുഖനും ഉണ്ട്, അധോമുഖനും ഉണ്ട്. സംവൃതം വിവൃതം. സ്വാർത്ഥം പരാർത്ഥം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട്. ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട്. ഈ വാക്യത്തിന്റെ സമാനമായ മലയാള ശൈലി എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് നോക്കാം. ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്ന് വെച്ചാൽ എന്താണ്? കാറ്റുള്ളപ്പോൾ പാറ്റുക എന്ന് കേട്ടിട്ടില്ലേ? അതാണ് സംഭവം കേട്ടോ. കാറ്റുള്ളപ്പോൾ പാറ്റുക, അതാണ് ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്ന് വെച്ചാൽ എന്താണ് അതിന് മലയാള ശൈലി? കാറ്റുള്ളപ്പോൾ പാറ്റുക. ഓക്കെ, അടുത്ത നോക്കിയേ, വേറെ ഒരെണ്ണം നോക്കിയേ. അപ്പിയറൻസസ് ആർ ഓഫൺ ഡിസെപ്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? അപ്പിയറൻസസ് ആർ ഓഫൺ ഡിസെപ്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം എന്നറിയാമോ? അതിന് മലയാള ശൈലി എന്ന് പറയുന്നത് അഴകുള്ള ചക്കയിൽ ചുളയില്ല. അഴകുള്ള ചക്കയിൽ എന്തില്ല? ചുളയില്ല. കണ്ടല്ലോ, അപ്പൊ അഴകുള്ള ചക്കയിൽ ചുളയില്ല, അതാണ് അപ്പിയറൻസ് ആർ ഓഫൺ ഡിസെപ്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറക്കല്ലേ. നെക്സ്റ്റ്, ആസ് ദ കിങ് സോ ദ സബ്ജക്റ്റ് എന്നുള്ളതിന്റെ മലയാള പരിഭാഷ എന്താ? ആസ് ദ കിങ് സോ ദ സബ്ജക്റ്റ് യഥാ രാജ തഥാ പ്രജ. അതിന്റെ മലയാള ശൈലിയുടെ അർത്ഥം എന്താണ്? യഥാ രാജ തഥാ പ്രജ. അപ്പോ ആസ് ദ കിങ് സോ ദ സബ്ജക്റ്റ് എന്നതിന്റെ മലയാള ശൈലിയാണ് യഥാ രാജ തഥാ പ്രജ. യഥാ രാജ തഥാ പ്രജ. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, അപ്പൊ ഒന്നുകൂടെ നോക്കാം. ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട്. ഇതിന് സമാനമായിട്ടുള്ള മലയാള ശൈലിയാണ് ചോദ്യം. കാറ്റുള്ളപ്പോൾ പാറ്റുക. ഇതിന് അപ്പിയറൻസസ് ആർ ഓഫൺ ഡിസെപ്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഴകുള്ള ചക്കയിൽ ചുളയില്ല. ആസ് ദ കിങ് സോ ദ സബ്ജക്റ്റ് യഥാ രാജ തഥാ പ്രജ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അയക്കുന്ന വ്യക്തി. അയക്കുന്ന വ്യക്തി എന്നതിന്റെ ഒറ്റപ്പദം ആണ് ചോദ്യം. അയക്കുന്ന വ്യക്തി, അതിന്റെ ഒറ്റപ്പദം എന്താ അറിയാവോ? പ്രേഷിതാവാണ്. അയക്കുന്ന വ്യക്തിക്ക് നമ്മൾ പറയുന്നത് പ്രേഷിതാവ്. അയക്കുന്ന വ്യക്തി ആരാണ്? പ്രേഷിതാവാണ്. പ്രേഷിതാവ്. ഓക്കെ അല്ലേ? അപ്പൊ പറഞ്ഞയച്ചവന് നമ്മുടെ ഒറ്റപ്പദം എന്താ? ഇങ്ങനെ ചോദിക്കും. പറഞ്ഞയച്ചവൻ എന്നുള്ള വാക്കിന്റെ ഒറ്റപ്പദം എന്താണ്? അത് പ്രേക്ഷകനാണ്. പറഞ്ഞയച്ചവൻ പ്രേക്ഷകൻ. ഇനി കാഴ്ചക്കാരൻ ആരാണ്? പ്രേക്ഷകനാണ്. നമ്മൾ TV കാണുമ്പോൾ നമ്മളത് അത് കണ്ടോണ്ടിരിക്കുക അല്ലെ? അപ്പൊ കാഴ്ചക്കാരൻ. നമ്മുടെ പ്രേക്ഷകൻ എന്ന് വിളിക്കുക അല്ലെ? കാഴ്ചക്കാരൻ. അപ്പൊ പ്രേക്ഷകൻ ഷായാണെങ്കിൽ പറഞ്ഞയച്ചവൻ, കാലും ഷായും കൂടെ വന്ന് ഇച്ഛായാണെങ്കിൽ അത് കാഴ്ചക്കാരൻ. മനസ്സിലായല്ലോ? അത് ചോദിക്കാറുണ്ടേ. അപ്പൊ അയക്കുന്ന വ്യക്തി ഒറ്റപ്പദം എന്താണ്? പ്രേഷിതാവാണ്. പ്രേക്ഷകൻ എന്ന് വെച്ചാൽ ആരാണ്? പറഞ്ഞയച്ചവനാണ്. ഈ പ്രേക്ഷകൻ ആരാണ്? കാഴ്ചക്കാരനാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. വിഗ്രഹാർത്ഥം എഴുതാനാണ്. കല്യാണ പന്തൽ എന്നതിന്റെ വിഗ്രഹാർത്ഥം എന്താണ്? അതെങ്ങനെ വിഗ്രഹിക്കാം? ഈ കല്യാണ പന്തൽ എങ്ങനെ വിഗ്രഹിച്ച് പറയാം നമുക്ക്? കല്യാണത്തിനുള്ള പന്തൽ അല്ലെ? കല്യാണ പന്തൽ എങ്ങനെ വിഗ്രഹിക്കാം? കല്യാണത്തിനുള്ള പന്തൽ. ഓക്കെ അല്ലേ? അടുത്തത്, വെണ്ണകൃഷ്ണൻ. ഇതിനെ നമുക്ക് എങ്ങനെ വിഗ്രഹിച്ചു പറയാം? വെണ്ണകൃഷ്ണൻ. വെണ്ണപ്രിയനായ കൃഷ്ണൻ അല്ലെ? എന്താണ്?
വെണ്ണകൃഷ്ണൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെണ്ണപ്രിയനായ കൃഷ്ണനാണ്. ഓക്കെ, വെണ്ണപ്രിയനായ കൃഷ്ണൻ. അടുത്തത് നോക്കുകൂലി. നോക്കുകൂലി എങ്ങനെ നമുക്ക് വിഗ്രഹിക്കാം? നോക്കുകൂലി നോക്കി നിൽക്കുന്നതിനുള്ള കൂലി അല്ലെ. നോക്കുകൂലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നോക്കി നിൽക്കുന്നതിനുള്ള കൂലി. അപ്പൊ നോക്കുകൂലി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെയാണ്? നോക്കി നിൽക്കുന്നതിനുള്ള കൂലിയാണ്. ദെൻ നീലാകാശം, നീലയായ ആകാശം. ഓക്കെ, നീലാകാശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീലയായ ആകാശമാണ്. നീലാകാശം, നീലയായ ആകാശം. അപ്പോ കല്യാണപ്പന്തല്, കല്യാണത്തിനുള്ള പന്തൽ. വെണ്ണകൃഷ്ണൻ, വെണ്ണപ്രിയനായ കൃഷ്ണൻ. നോക്കുകൂലി, നോക്കി നിൽക്കുന്നതിനുള്ള കൂലി. നീലാകാശം, നീലയായ ആകാശം. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ഓക്കെ ആയോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്പെൽ ചെക്ക് ആണ്, അല്ലെങ്കിൽ ശരിയായ പദം കണ്ടെത്തണം. അപ്പൊ ഞാൻ ഓപ്ഷൻ എല്ലാം എഴുതിയിട്ടില്ല. യൗവനം എന്ന വാക്കാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ യൗവനം പല രീതിയിൽ തരും, പല രീതിയിൽ തരാം. ഇവ തരാം, അല്ലെങ്കിൽ യാ ഇങ്ങനെ തരാം. അങ്ങനെ പല രീതിയിൽ യൗവനം ചോദിക്കാറുണ്ട്. പക്ഷെ അതിന്റെ കറക്റ്റ് സ്പെല്ലിങ് അല്ലെങ്കിൽ കറക്റ്റ് വേർഡ് എന്താണ്? ഇങ്ങനെയാണ് എഴുതുന്നത്, യൗവനം. കണ്ടോ? യൗവനം. വായിക്കൂടെ വേറെ ഒന്നും ചുരുക്കൊന്നുമില്ല. യൗവനം. കണ്ടല്ലോ? അങ്ങനെ നമുക്ക് കുറച്ച് വാക്കുകൾ നോക്കാം. ആജാനുബാഹു. ആജാനുബാഹു നമ്മൾ പറയില്ലേ, അതെങ്ങനെ എഴുതുന്നേ? ആജാനുബാഹു, ആജാനുബാഹു. കണ്ടല്ലോ? അടുത്ത് ദൃഷ്ടാന്തം. ദൃഷ്ടാന്തം ചിലർ ഇങ്ങനെ എഴുതി വയ്ക്കും, ഓപ്ഷനിൽ കാണും അങ്ങനെ. എഴുതി വയ്ക്കും. തെറ്റാണിത്, ഇങ്ങനെ എഴുതരുത്. ഇതാണ് ശരി കേട്ടോ. ഇതാണ് ദൃഷ്ടാന്തം. ഇങ്ങനെയാണ് ദൃഷ്ടാന്തം എന്ന് എഴുതുന്നത്. ഓക്കെ, അടുത്ത് ആവലാതി. ആവലാതി പിന്നെ വലിയ പ്രശ്നമില്ല അല്ലെ, നമുക്ക് അവിടെ ഡൗട്ട് വരേണ്ട കാര്യമില്ല. ആവലാതി, ലായ്ക്ക് ഒരു ദീർഘം കൊടുത്താൽ മതി. ആവലാതി. ദെൻ പുഷ്ടി. പുഷ്ടി എങ്ങനെ എഴുതുന്നേ? ഷായിട്ട് മേലിൽ ചന്ദ്രക്കല, വെറും ടാ മതി. ഇത് വേണ്ട, ഇങ്ങനെ വേണ്ട. പുഷ് ചിലവ് ഇങ്ങനെ എഴുതി വെക്കും, ഇട്ടാ എഴുതി വെക്കും. തെറ്റാണ് കേട്ടോ, ഇങ്ങനെയല്ല. പുഷ്ടി ഇതാണ്, പുഷ്ടി കേട്ടോ. പുഷ്ടി എന്ന് പറയുമ്പോൾ ഒരു ഇട്ടാ വേണം നമ്മൾ വിചാരിക്കും, പക്ഷെ പറയുന്ന പോലെ ആയിരിക്കത്തില്ല, ഉച്ചാരണം പോലെ ആയിരിക്കത്തില്ല നമ്മൾ എഴുതുന്നത് അല്ലേ. അപ്പൊ ശ്രദ്ധിക്കണേ, അങ്ങനെയുള്ള കുറച്ച് വാക്കുകളാണ് ഇതൊക്കെ. പുഷ്ടി കണ്ടല്ലോ, പുഷ്ടി ഇങ്ങനെയാണ്. ഈ ഇട്ടായല്ല, വെറും ടാ മതി. ഓക്കെ അല്ലേ? അടുത്തത് ജാത്യ. ജാത്യ എങ്ങനെ എഴുതും? ജാത്യാന്ന്, ജാത്യ, ത്യ, ജാത്യ. കണ്ടോ? ദീർഘം വേണം ത്യായിക്ക് കേട്ടോ. ജാത്യ. ഓക്കെ അല്ലേ? ഇതിനടുത്തത് പ്രദക്ഷിണം. പ്രദക്ഷിണമൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. പ്രദക്ഷിണം, കായും ഷായും കൂടെ ചേർത്ത് അല്ലേ, പ്രദക്ഷിണമാണ്. പ്രദക്ഷിണം, പ്രദക്ഷിണം. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നുകൂടെ, യൗവനം, ആജാനുബാഹു, ദൃഷ്ടാന്തം, ആവലാതി, പുഷ്ടി, ജാത്യ, പ്രദക്ഷിണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് ഒരു വരി തന്നിട്ട് അത് ഏത് കവിയാണ് എഴുതിയത്, അല്ലെങ്കിൽ ഏത് കവിയുടെ വരികളാണത്, അല്ലെങ്കിൽ അത് ഏതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് എന്നൊരു ചോദ്യം വരാറുണ്ട് അല്ലെ. കവിവാക്യങ്ങൾ നോക്കാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധ്യമായിട്ട് കാണുവാൻ കഴിയില്ല. എന്താണ്? വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധ്യമായിട്ട് കാണുവാൻ കഴിയില്ല. ഇത് ആരുടെ വരികളാണെന്ന് അറിയാമോ? നമ്മുടെ ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പിന്റെ വരികളാണിത്. അദ്ദേഹത്തിന്റെ എന്റെ വേളി എന്ന കൃതിയിലെ വരികളാണ്. ശ്രദ്ധിക്കുക, ജി ശങ്കരക്കുറുപ്പിന്റെ എന്റെ വേളി എന്ന കൃതിയിലെ വരികളാണ് വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധ്യമായിട്ട് കാണുവാൻ കഴിയില്ല. ഓക്കെ, അങ്ങനെ രണ്ടെണ്ണം നോക്കാം നമുക്ക്. വേറൊരു കൈവാക്യമാണ്. ചിരകാലം അങ്ങനെ ചിതൽ തിന്നു പോയിട്ടും ചിലതുണ്ടു ചിതയിന്മേൽ വെക്കാൻ. എന്താണ്? ചിരകാലം അങ്ങനെ ചിതൽ തിന്നു പോയിട്ടും ചിലതുണ്ടു ചിതയിന്മേൽ വെക്കാൻ. ആരുടെ വരികളാണിതെന്ന് ചോദിച്ചാല് അയ്യപ്പ പണിക്കർ. ഓക്കെ, കവിയായ അയ്യപ്പ പണിക്കരുടെ പകലുകൾ രാത്രികൾ എന്ന കൃതിയിൽ നിന്ന് എഴുതിയിട്ടുള്ള വരികളാണ്. ഓക്കെ, അയ്യപ്പ പണിക്കരുടെ പകലുകൾ രാത്രികൾ എന്ന കൃതിയിലെ വരികളാണ്. ചിരകാലം അങ്ങനെ ചിതൽ തിന്നു പോയിട്ടും ചിലതുണ്ട് ചിതയിന്മേൽ വയ്ക്കാൻ. ഓക്കെ, അടുത്ത് നോക്കിയേ, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം സ്നേഹം താൻ ആനന്ദമാക്കും. സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം സ്നേഹം താൻ ആനന്ദമാക്കും. നമ്മുടെ കുമാരനാശാന്റെ ചണ്ടാല വിശുഗി.
ഉണ്ടോ? ചണ്ടാല ഭിക്ഷുകിയിലെ വരികളാണ്. ഓക്കെ, എന്താണ്? സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം, സ്നേഹം താൻ ആനന്ദമാർക്കും. ആരുടെ വരികളാണിത്? കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകിയിലെ വരികളാണ്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ ആദ്യം പോലെ ഒന്നുകൂടെ നോക്കാം. വാ, തിരിച്ചു വാ, നോക്കാം. എടാ, ധീരൻ, ധീരൻ എന്ന വാക്കിന്റെ വിപരീത പദം എന്താണ്? ഭീരുവാണ് അല്ലെ? ധീരൻ ഭീരുവാണ്. ഉന്മുഖൻ എന്നുള്ള വാക്ക് വിപരീതം രണ്ടെണ്ണം പറയും. വിമുഖനും വരും, അധോമുഖനും വരും. ദെൻ സമൃദ്ധം എന്താണ്? വിവൃതമാണ്. സമൃദ്ധം വിവൃതം. സ്വാർത്ഥം പരാർത്ഥമാണ്. സ്വാർത്ഥം എന്താണ്? പരാർത്ഥമാണ്. അടുത്തത് മലയാള ശൈലി. ഇതിന് സമാനമായുള്ള മലയാള ശൈലി എഴുതണം. ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട്. മലയാള ശൈലി എന്താണ്? കാറ്റുള്ളപ്പോൾ പാറ്റുക, കാറ്റുള്ളപ്പോൾ പാറ്റുക. അടുത്തത് അപ്പിയറൻസസ് ആർ ഓഫൺ ഡിസെപ്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? അഴകുള്ള ചക്കയിൽ ചുളയില്ല. ഓക്കെ, ആസ് ദ കിങ് സോ ദ സബ്ജക്ട് എന്ന് വെച്ചാലോ യഥാ രാജ തഥാ പ്രജ. അടുത്ത ക്വസ്റ്റ്യൻ, അയക്കുന്ന വ്യക്തി ഒറ്റപ്പദം എന്താണ്? പ്രേഷിതാവാണ് അല്ലെ? അയക്കുന്ന വ്യക്തിയെ നമ്മൾ പ്രേഷിതാവ് എന്നാണ് പറയുന്നത്. പറഞ്ഞയച്ചവനെ നമ്മൾ പ്രേക്ഷകൻ എന്നും കാഴ്ചക്കാരനെ നമ്മൾ പ്രേക്ഷകൻ എന്നും പറയും. രണ്ടും എഴുതുന്ന വ്യത്യാസമുണ്ടേ, അറിയാലോ. അടുത്ത വിഗ്രഹാർത്ഥം എഴുതാനാണ്. കല്യാണ പന്തൽ നമുക്ക് എങ്ങനെ വിഗ്രഹിച്ച് എഴുതാം? കല്യാണത്തിനുള്ള പന്തലാണ് അല്ലെ? കല്യാണ പന്തൽ കല്യാണത്തിനുള്ള പന്തലാണ്. വെണ്ണകൃഷ്ണൻ, വെണ്ണകൃഷ്ണനെ നമുക്ക് എങ്ങനെ വിഗ്രഹിക്കാം? വെണ്ണപ്രിയനായ കൃഷ്ണനാണ് അല്ലെ? വെണ്ണപ്രിയനായ കൃഷ്ണനാണ്. നോക്കുകൂലി നോക്കി നിൽക്കുന്നതിനുള്ള കൂലിയാണ് അല്ലെ? നോക്കി നിൽക്കുന്നതിനുള്ള കൂലിയാണ് നോക്കുകൂലി. നീലാകാശം നീലയായ ആകാശം, നീലാകാശം നീലയായ ആകാശം. ഓക്കെ അല്ലേ? അത് ശരിയായ പദമാണ്. യൗവനം എഴുതുന്നത് കണ്ടല്ലോ, തെറ്റിക്കരുത്. യൗവനം എഴുതുന്നത് എങ്ങനെയാണ്? യൗവനം എന്നാണ് യൗവനം, എന്നാണ് കറക്റ്റ്. ഓക്കെ, യൗവനം. ആജാനുബാഹു തെറ്റൂലല്ലോ. ദൃഷ്ടാന്തം വെറും ടാ മതി കേട്ടോ. ആവലാതി പുഷ്ടി ഇട്ടാ വേണ്ട, വെറും ടാ മതി. ജാത്യ പ്രദക്ഷിണം, കായും ഷായും ചേർന്ന് ഇച്ഛായാണ് വേണ്ടത്. പ്രദക്ഷിണം. ഓക്കെ, അടുത്തത് വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധ്യമായിട്ട് കാണുവാൻ കഴിയില്ല. ജി ശങ്കരക്കുറുപ്പിന്റെ എന്റെ വേളിയിലെ വരികളാണ്. ചിരകാലം അങ്ങനെ ചിത തിന്നു പോയിട്ടും ചിലതുണ്ട് ചിതയിന്മേൽ വയ്ക്കാൻ. അയ്യപ്പ പണിക്കരുടെ പകലുകൾ രാത്രികൾ എന്ന കൃതിയിലെ വരികളാണ്. ദെൻ സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം, സ്നേഹം താൻ ആനന്ദമാർക്കും. കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകിയിലെ വരികളാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. തൽക്കാലം നമുക്ക് നമുക്ക് നിർത്തിയാലോ ഇന്ന്? അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വരാൻ പോകുന്ന പരീക്ഷകൾക്കൊക്കെ ആത്മാർത്ഥമായിട്ട് പഠിക്കുക. സ്മാർട്ട് സ്റ്റഡിയാണ് നമുക്ക് ആവശ്യം. അപ്പൊ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണേ. ബൈ.